ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ 4 പട്ടികളുണ്ട് കേട്ടോ. 4 പെൺപട്ടികളാണ്. അപ്പം ചെള്ള് വരുന്നൊരു സമയത്ത്, അതായത് ഇവരെ നമ്മൾ എത്ര കെയർ ചെയ്ത് നോക്കിയാലും ഇവരെ നമ്മളെപ്പോഴും കൂട്ടിൽ കെട്ടിയിടുന്നതാണ്. നമ്മൾ 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഇവരെ പുറത്ത് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇവരങ്ങനെ ഒത്തിരി മണ്ണിലൊന്നും കളിക്കുന്നവരുമല്ല. വേറെ മൃഗങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള ഇതൊന്നും അവർക്ക് ഇല്ലാത്തതാണ്. പക്ഷേ ഇവർക്ക് നല്ല ചൂടുകാലം വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ചെള്ള് ഇവർക്ക് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ ഇവർക്ക് 7-8 വയസ്സാവാൻ പോകുന്ന പുള്ളിയാണ് ഇത്. അവളുടെ പേര് അവൾ ആണാന്ന് വിചാരിച്ചിട്ട് ജിമ്മി എന്ന് പേരിട്ട്. പിന്നെയാണ് കുറച്ച് ഇതായപ്പോഴാണ് മനസ്സിലായത് പെണ്ണാന്ന്. അപ്പോൾ അവൾ ജിമ്മു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ ചെള്ള്. ഇവളുടെ മേത്താണ് ഇങ്ങനെ വലിയ വലിയ ചെള്ളുകൾ കൂടുതൽ കാണുന്നത്. ഇവൾക്കാണ് ആദ്യം ചെള്ള് വരുന്നതും. പിന്നെ ഈ ചെറിയ 2 ഇതുണ്ട്, പെൺകുട്ടികളുണ്ട്. ഇത് എൻ്റെ സ്വന്തമല്ല കേട്ടോ. അതായത് നമ്മൾ വളർത്താൻ മേടിച്ചതൊന്നുമല്ല. ഇത് വഴി കിടന്നിട്ട് ഇത് വണ്ടിക്ക് പോകുന്ന വഴിയിൽ ഇതിങ്ങനെ കിടക്കുമായിരുന്നു ഇവർ 2 പേരും. അപ്പം എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാനെന്നാൽ ഇവർക്ക് വളരെയധികം ചെള്ളും ഇതൊക്കെ ആയിട്ട് മേലൊക്കെ എന്തൊക്കെയോ മുറിവൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ഒരു മാസമൊക്കെ ആയി കാണില്ലായിരിക്കും. കാരണം പാലുകൂടി മാറിയിട്ടുള്ള ഒരു സമയം ആയി കാണില്ലായിരിക്കും. ഇതിന് വഴിയിൽ ആരോ കൊണ്ടിട്ടതാണ് ഇവർ 2 പേരെ. എന്നാൽ ഞാൻ ചോദിച്ചു ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ട്, അതായത് ഇച്ചിരി മരുന്നൊക്കെ കൊടുത്ത് ഇച്ചിരി അവർക്ക് കഴിക്കാനൊക്കെ ഇതാകുമ്പോൾ എവിടെയെങ്കിലും ഇവരെ വഴിയിൽ എവിടെയെങ്കിലും തിരിച്ച് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾക്ക് 2 പട്ടി ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവരിവിടെ നിന്ന് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര പ്രയാസമാണ് ഇനി ഇവരെ തിരിച്ച് കൊണ്ടുവിടുന്നൊരു കാര്യം. അത് മാത്രമല്ല, ഇതുപോലെ മനുഷ്യരെക്കാളും എൻ്റെ ദൈവം അതുപോലെ സ്നേഹമുള്ള 2 പട്ടികളാണ് ഈ 2 ചെറുതുകൾ കേട്ടോ. ഈ 2 ചെറുത് ഇവർക്ക് 1.5 വയസ്സ്, ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ് 1.25 വയസ്സൊക്കെ ആയി. ഇവർ ഈ ഹൈറ്റേ വരുള്ളൂ. ഇവർക്ക് അങ്ങനെ വലുപ്പം വെക്കുന്ന ഇതല്ല. അങ്ങനെ ഇവർ 2 പേരും ഇപ്പം ഈ കൊച്ചിൽ ഇത് കൊണ്ടുവന്ന സമയത്ത് ഈ ജിമ്മി സ്വന്തം മക്കളെ പോലെയായിരുന്നു അവരെ നോക്കിക്കൊണ്ടിരുന്നത്. 2 പേരെയും ഒരു അല്ലെ വേറെ പുതിയ പട്ടികൾ വരുമ്പോഴുള്ള ഇത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അവളുടെ കൂടെ ഇവർ 2 പേരും കിടന്നിരുന്നത് അമ്മയെപ്പോലെ തന്നെ അവൾ നോക്കുമായിരുന്നു ഇവരെ. അപ്പം പിന്നെ നമുക്ക് വിഷമമായതുകൊണ്ട് ഇവർക്ക് 4 പേർക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന, എല്ലാ വർഷവും കറക്റ്റായിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ചെള്ളിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ചെള്ള് ഇവർക്ക് വരുന്ന സമയത്ത് ഈ ചെറുതിൻ്റെ ചെവിക്കകത്ത് കണ്ടോ ഇത് വലുതല്ല. ഇത് ചെറിയ ചെള്ളുകളില്ലേ, ഈ പറക്കുന്ന പോലത്തെയൊക്കെയാണ്. ഇതിൻ്റെ ചെവിയൊക്കെ കണ്ടോ നിറച്ചാണ്. ഇത് നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇവർ ഇത്രയും കെയർ ചെയ്ത് നോക്കിയാലും ഈ ചെള്ള് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. തന്നെ വരുവാണോ അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഇവർക്ക് വന്നു കഴിയുന്ന സമയത്ത് ഞങ്ങൾ പലതും നമ്മൾ നോക്കും. നല്ല ഷാമ്പു ഒക്കെ ഇട്ട് ഇത് മരുന്ന് ഷാമ്പു ഉണ്ട്, ഇതിൻ്റെ മരുന്നിൻ്റെ സോപ്പുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. അങ്ങനെ ഇവർക്കൊക്കെ ചെയ്താലും ഇവർക്ക് പോവില്ല. ഇവരുടെ മേത്തുനിന്ന് ഇത് പോവില്ല. ഇവർക്ക് ഞാൻ ചെയ്യുന്നതിന് സ്പോട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇവർക്ക് ഇതൊരു തുള്ളിമരുന്നാണ്. ഇത് ഇവരുടെ തുള്ളിമരുന്ന് മീൻസ് ഇവരുടെ വായി കൊടുക്കുന്നതല്ല. ഇവർക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ഇങ്ങനെ ഇത് കൊടുക്കുന്നതാണ്. ഒരു 3 സ്ഥലത്ത് നമുക്കിത് കൊടുക്കാം. അങ്ങനെയാണ് ഇവർക്ക് ഈ മരുന്ന് കൊടുത്തത്. ഈ മരുന്ന് ചെയ്താൽ മാത്രമേ ഇവരുടെ ചെള്ള് നശിച്ചു പോകാറുള്ളൂ. അപ്പോൾ നിങ്ങൾ പട്ടികളുള്ളവർ പലതും ചെയ്തിട്ടും പോകുന്നില്ല എങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ, നിങ്ങൾ ഈ സ്പോട്ട് ഓൺ, ഇതിൻ്റെ പേര് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഇതിനെ സ്പോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ മതി. ഷോപ്പിൽ പോയിട്ട് പട്ടികളുടെ ചെള്ള് പോകാനായിട്ടുള്ള സ്പോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ മതി. അത് മാത്രമല്ല, ഇതിന് വെയിറ്റ് അനുസരിച്ചാണ് ഈ മരുന്ന് കേട്ടോ. വലിയവർക്ക്, അതായത് 10 കിലോന് മേലുള്ളവർക്കാണ് ഈ 2 മരുന്ന്. ഇത് 2 വലിയ പട്ടികൾക്കും ജിമ്മിക്ക് ഒരു മോളുണ്ട്, അത് ഇവിടെയുണ്ട്. പിന്നെ ഈ 2 ചെറിയ പട്ടികൾ, അതായത് 5 കിലോന് മുകളിലുള്ളവർക്കുള്ള ഇതാണ്. അതായത് 10 കിലോന് താഴെയുള്ള പട്ടികൾക്കുള്ളതാണ് ഈ ചെറിയ 2 സ്പോട്ട് ഓൺ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഞാൻ കാണിക്കാം. നമ്മൾ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇതിനൊന്ന് പൊളിച്ച് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതിന് ഈ തുള്ളി മരുന്ന് ഒരു 3 സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ ഉറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഗ്ലൗസ് ഇട്ട് ചെയ്യുക. നല്ല വിഷമുള്ള മരുന്നൊക്കെ ആയിരിക്കും ഇത്. പുള്ളിക്ക് പിന്നെ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ കൊടുക്കും. നല്ലപോലെ കൈ വാഷ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഗ്ലൗസ് യൂസ് ചെയ്യാതെ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10 ഡേയ്സ് ആകുമ്പോഴേക്കും ഇതെല്ലാം
എങ്ങനെ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കുറേ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ഇതിങ്ങനെ ദ്രവിച്ച് പോകുന്ന പോലെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു കുളിപ്പിക്കരുത് കേട്ടോ. ഇവരെല്ലാം എല്ലാ സാറ്റർഡേ ആണ് ഇവരെ ഞങ്ങൾ 4 പേരെയും കുളിപ്പിക്കുന്ന ഒരു ഇത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കാറുള്ളൂ കേട്ടോ. അതിന് മാത്രമേ ഇവർ ഒരു മേത്ത് അങ്ങനെ, അതുമാത്രമല്ല 4 പേരെ എപ്പോഴും കുളിപ്പിക്കാനുള്ള ഒരു ഇത്, അതിനുള്ള ഇത് നമുക്ക് ഇല്ല. അത് ഭയങ്കര അറിയാമല്ലോ നിങ്ങൾക്ക്, 4 പട്ടികളെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇവരെ എല്ലാ വീക്കിലും ഇവരെ 4 പേരും ഭയങ്കര മടിയാണ് ഇവർക്ക് കുളിക്കാൻ. എന്നാലും ഞങ്ങൾ 4 പേരെയും ഞാനാണ് കുളിപ്പിക്കുന്നതും 4 പേരെയും കുളിപ്പിച്ച് എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ അഴുക്ക് എന്ന് പറയുന്നത്, അങ്ങനെ ഇവർക്ക് ചെള്ള് വരാമെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ ചെള്ള് വരും. നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് ഇങ്ങനെ ചെള്ള് വരുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ നല്ലപോലെ നോക്കിയാൽ ഈ ചെള്ള് വരുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ ഇത് പറയണം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കൊടുക്കുന്ന മരുന്ന് ഇതാണ്. അങ്ങനെ ഒട്ടും ചെള്ള് പോകുന്നില്ല എങ്കിൽ ഈ മരുന്ന് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഈ മരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെള്ള് പോകും. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പട്ടികളെ കുളിപ്പിച്ചാൽ മതി. അവരുടെ മേലത്തെ എല്ലാം തന്നെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുളിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇവരെ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഈ മരുന്ന് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും ഇത് വരും. ഈ ചെള്ള് ഇതുപോലെ വരും. ഇവൾക്ക് പെട്ടെന്നാണ് വരുന്നത്. ഇവൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അധികമായി പോകുന്നത് ഉള്ള ശരീരത്ത് വലിയ വലിയ ബോളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇത് ഉണ്ടാവും ഇവളുടെ മേത്ത്. ഇവർക്ക് 3 പേർക്കും പെട്ടെന്ന് മാറും. ഇവൾക്ക് മാറാൻ ഇച്ചിരി സമയം എടുക്കും. ഇവളുടെ മേത്ത് അത്രയ്ക്കും ഉണ്ടാവും എപ്പോഴും. ഇതിന് രോമം കൂടുതലായിട്ടോ എന്താണെന്ന് അറിയത്തില്ല. ഇവളുടെ മേത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മരുന്ന് ഇതാണ്. അപ്പോൾ ഡോഗ് ലവേഴ്സിന് നിങ്ങൾക്ക് ഇത് അറിയാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മരുന്നാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ കുളിപ്പിച്ചാൽ മതി. അപ്പോൾ അവർക്ക് മാറിക്കോളും. പിന്നെയും നമ്മളൊരു 5-6 മാസം കഴിയുമ്പോൾ ഇത് വീണ്ടും വരും കേട്ടോ. വരില്ല എന്നല്ല, അപ്പോൾ ഒരു സമയത്ത് മാറി കിട്ടും. ഇവർക്ക് ഇനി വരാതിരിക്കാൻ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം, പട്ടിക്ക് ചെള്ള് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. കാരണം ഭയങ്കര ഒരു വിഷമാണ്. ചൊറിഞ്ഞ് അവർക്കും ഭയങ്കര ഈർച്ചയാണ്. കാണുന്നത് നമുക്കാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.